ലേക്ക് ഹായ് ഫ്രണ്ട്സ്, ഷൈനി കൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, നിങ്ങളെ മനസ്സിലാക്കാത്തത്. അപ്പോൾ നമുക്ക് നോക്കാം. സിക്സ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. Seven of Pentacles, Queen of Wands reverse, the Magician, Nine of Pentacles, ബോട്ടത്തിൽ 10 of Cups ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ ഒരുപാട് സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ജീവിച്ചിരുന്ന വ്യക്തികളാണ്. കാരണം അവിടെ 6 of Cups വന്നിട്ടുണ്ട്. നേരത്തെ അത്രയും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും നിങ്ങളോടും ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. സ്നേഹം, അത്രയും നെഞ്ചോട് ചേർത്ത് വെച്ച സ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്രയും അവർ അത്രയും നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ അവരതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആ കഴിഞ്ഞു പോയ നിമിഷങ്ങളൊന്നും അവർ ഓർക്കുന്നില്ല ഇപ്പോൾ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ 7 of Pentacles വന്നിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇനി അങ്ങോട്ട് എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രയോജനം ഇല്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, ആ വ്യക്തിയും ആ സമയത്ത് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ഈ ബന്ധത്തിൽ ഒരു എഫേർട്ട് ഇടാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ ആ സ്നേഹവും ആ പഴയ ഓർമ്മകളും എല്ലാം അവർ മറക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് കാണുന്നത്. ഞാൻ ആഗ്രഹിച്ച ഒന്നും നടക്കില്ല, ആ പഴയ ഒരു സ്നേഹം തിരിച്ചു വരില്ല എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളടുത്ത് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, കുറച്ച് പേർക്കൊക്കെ ബ്ലോക്ക് ആയിരിക്കാം, നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ടാവില്ല. മേ ബി നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ആൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന മാരീഡായ വ്യക്തികളാണെങ്കിൽ പോലും അവർ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ഇതുകൊണ്ടെന്നാണ് കാണുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഒന്നും സംസാരിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്. പല കാര്യങ്ങളും ആ വ്യക്തിക്ക് നേരത്തെ തുറന്നു പറയുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യാനോ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ നല്ല അകൽച്ച വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ ആ വ്യക്തി പ്രാക്ടിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്, ആ വ്യക്തി ഇമോഷൻസിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നോ അതാണ് ശരി, ഇനി നാളെ എന്താണ് തോന്നുന്നോ അതാണ് ശരി. അങ്ങനെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചോ ഒരു ആത്മാർത്ഥമായി പ്രാക്ടിക്കലായി ഒന്നും ചിന്തിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച് തന്നെ നിൽക്കുന്നു. ഇതിനുവേണ്ടി ഒരു സ്റ്റെപ്പും എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. പല സമയത്തും പല ഇമോഷൻസാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ന്യൂ സ്റ്റാർട്ട് വേണം, അതായത് ഇതുവരെ നടന്നുകൊണ്ടിരുന്നതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് വരണം, ഒരു മാറ്റം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ചില വ്യക്തികൾക്ക് അവർ ഇതിനെ എൻഡാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ വേറൊരു ലൈഫിലോട്ട് പോയാലോ എന്നും ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും. കുറച്ച് പേര് അവരുടെ കരിയറിലേക്ക് ഒരു ന്യൂ സ്റ്റാർട്ട് വരണം, ന്യൂ ബിഗിനിങ്സ് വരണം, അല്ലെങ്കിൽ അതിനൊരു സക്സസ്, പ്രൊമോഷൻ, അതിനൊക്കെ വേണ്ടി അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. അതും നിങ്ങളിൽ നിന്ന് അകന്നു പോയി മനസ്സിനെ മറ്റൊരു കാര്യത്തിൽ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് ഈ വ്യക്തി മറ്റൊരു ന്യൂ ബിഗിനിങ്സ് വരണമെന്ന് അവർ ആഗ്രഹിച്ച് നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് മണിയിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നു. കാരണം ഇവിടെ ഞാൻ ആൾറെഡി പറഞ്ഞു, അവരുടെ കരിയറിലോട്ടൊക്കെ ഈ മൈൻഡിനെ ഒന്ന് മാറ്റാനായിട്ട് കുറച്ച് പേരൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ അവർ പുതിയ ജോലി തേടുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ അവർക്കുള്ള ജോലിയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഏത് കരിയറാണോ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ മണി ഉണ്ടാക്കണം, മണി, അബണ്ടൻസ്, അതിലോട്ടൊക്കെ ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല അവരിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഫ്രീഡം വേണം, ഞാൻ ഹാപ്പി ആയിട്ട് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട് ഇപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ.
ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ ചിന്തിച്ചാലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെ എപ്പോഴോ നിങ്ങളോടുള്ള ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ച് അവർ ചിന്തിക്കുകയും ആ ഒരു പഴയതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ട്. ആ സമയത്ത് അവരൊരുപാട് ഹാപ്പി ആയിരുന്നു നിങ്ങളോടൊപ്പം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഹാപ്പി ആയിട്ടിരുന്നപ്പോൾ അവരൊരുപാട് ഹീലിംഗ് അനുഭവിച്ചിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഒരുപാട് ഒരുപാട് ചിന്തിക്കില്ലേ നമ്മളതിനെ സ്വയം അനലൈസ് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടെയാണ്. അതുമാത്രമല്ല ഇപ്പോൾ അവർ കുറച്ച് സ്പിരിച്വലി ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒറ്റയ്ക്ക് കുറേ നമ്മളെ മൈൻഡിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും അതിൽ നിന്ന് ഇതുവരെ നടന്നുപോയ കാര്യങ്ങൾ അവർ ചിലപ്പം കുറച്ച് അലട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം. അതിൽ നിന്നെല്ലാം അവർ പുറത്തു വരാൻ വേണ്ടി അനലൈസിങ് ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. വീണ്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതായത് നിങ്ങളോടൊപ്പം വീണ്ടും നിങ്ങളെ കാണാൻ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് അയക്കുകയോ നിങ്ങളെ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് തന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും പഴയ ഒരു സിറ്റുവേഷൻസിലോട്ട് പോകുന്നു. അല്ലെങ്കിൽ ആ പഴയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും വരുന്നു. അതുകൊണ്ട് ഒന്ന് മാറിയിരിക്കാനും തനിച്ചിരിക്കാനും അവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് അവർ മനഃപൂർവ്വം ഒരകലം പാലിക്കുന്നു എന്നാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ ഒരു ഹാപ്പി ഫാമിലി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വീണ്ടും ഒരു കൂടുതൽ നമുക്ക് കൺഫർമേഷനായിട്ട് വരികയാണ്. അവരിപ്പോൾ എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ നിങ്ങളോടൊപ്പം ആ ഒരു പഴയ രീതിയിൽ ഇരിക്കാനോ ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നവരായാലും നിങ്ങൾ ഒന്നായിട്ട് ഇരുന്നാലും അല്ലെങ്കിൽ അത് സെപ്പറേഷൻ ആയാലും അവരിപ്പോൾ റീയൂണിയൻ ആകാനോ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒന്നായിട്ട് പോകാനോ ഈ സമയം അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. വീണ്ടും വന്നിട്ടുണ്ട് 10 ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഭാരമാവാൻ തുടങ്ങി, ഒരു ബേർഡനായിട്ട് അവർ ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അതെല്ലാം ഒന്ന് ആ ബേർഡൻ, ആ ഭാരം, എനിക്കിത് ബുദ്ധിമുട്ടാവുന്നു, എനിക്കിത് സങ്കടമാണ് ഈ ബന്ധത്തിൽ നിന്ന് കിട്ടുന്നത്, എനിക്കത്രയും ഒരു ഹെവി ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു, എനിക്ക് ഇവിടെ നിന്ന് ആ പഴയ സ്നേഹവും സന്തോഷവും പോസിറ്റിവിറ്റി ഒന്നും ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതെല്ലാം മതിയാക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയും അവർക്കിപ്പോൾ ഉണ്ട്. മതിയാക്കിയിട്ട് എല്ലാം അവസാനിപ്പിച്ചൊന്ന് തനിച്ചിരിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൂടുതലും കാണുന്ന അങ്ങനെയാണ്, തനിച്ചിരിക്കുന്ന എനർജിയാണ്. ഇവിടെ ദ ഹെർമിറ്റും പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ 6 ഓഫ് കപ്സ് അവരൊന്നും ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല ഇവിടെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഒന്നായിട്ട് ഇരിക്കുന്ന ഓർമ്മകൾ പോലും മറക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ദ സണ്ണ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴേ ഇതെല്ലാം ഈ വേദനയും സങ്കടവും ഭാരവും എല്ലാം ഇറക്കി വെച്ച് എനിക്കൊരു ന്യൂ ബിഗിനിങ്സ് വരണം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ് ആ വ്യക്തിക്ക് കാണുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. അത് അവർക്ക് മറക്കാൻ കഴിയാത്തത് കൊണ്ടും ആണ് അവർക്കിത് ഒരു ബാഡനായിട്ട് മാറുന്നതും തനിച്ചിരുന്ന് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. അവരെത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും അത് മനഃപൂർവ്വം അവർ മറക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ആഗ്രഹിക്കുന്നത് സണ്ണാണ്. സണ്ണെന്ന് പറയുമ്പോഴേ ഈ നമ്മുടെ ആ പഴയ ഒരു ഹാപ്പിനെസ്, പഴയ ഒന്നായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, ആ പോസിറ്റിവിറ്റി, ആ ഹീലിംഗ്, ആ പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞ ആ ഒരു സന്തോഷകരമായ ആ സമയം, അതായത് വീണ്ടും അതിനുശേഷം കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. പക്ഷേ ആ സന്തോഷം മാത്രം ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർഡ് കൂടെയാണ് ദ സൺ. അതും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ അവർ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങളടുത്ത് വരാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ അകലം പാലിച്ചിരിക്കുന്നത്. ബട്ട് ദ ബോട്ടത്തിൽ വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ അവർക്ക് നമ്മൾ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു നിൽക്കുന്ന ഈ കപ്സ്, 2 കപ്സ്, നൈറ്റ് ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും ഒക്കെ പറയുന്നത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല നിങ്ങളടുത്ത് സ്നേഹം തന്നെയാണ്. കപ്സ് എന്ന് പറയുമ്പോഴേ സ്നേഹത്തിൻ്റെ കാർഡാണ്. പക്ഷേ അവരിപ്പോൾ ഒന്നും നിങ്ങളോട് പ്രകടിപ്പിക്കാനോ നിങ്ങളോട് ഒന്നും ഷെയർ ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസും ആ വ്യക്തിക്കും എഗൻസ്റ്റ് ആയിട്ടിരിക്കുന്നത് പോലെ, നിങ്ങളുടെ ബന്ധത്തിന് തന്നെ ഒരു എഗൻസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെയാണ് ഇവിടെ ഫീലാകുന്നത്. എന്തായാലും നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം.
ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. കാർഡും കയ്യിൽ വരുന്നില്ല. 2 ഓഫ് സോർഡ്സ് ആണ്. ഹാങ്ഡ് മാനാണ്. ഒരു കാർഡ് കൂടെ എടുക്കാം. ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ബോട്ടത്തിൽ 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ അവരെന്തായാലും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ വരില്ല, ടൈം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ 2 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. ഫൈനലി ആണ് ഏസ് ഓഫ് കപ്സ് വന്നത്. ഇപ്പോൾ ഏതാ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർക്ക് ഉള്ളിൽ ഒരുപാട് ആത്മാർത്ഥമായി അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പെട്ടെന്നൊരു ബ്ലോക്കിലാണെങ്കിൽ മാറ്റാനോ അല്ലെങ്കിൽ സെപ്പറേഷൻ ആണെങ്കിൽ വരാനോ സമയം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ കണ്ണ് കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. അവർക്കൊന്നും മനസ്സിലാക്കാനോ ഡിസിഷൻ എടുക്കാനോ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെ 2 മനസ്സാണ്. അങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടുന്ന കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ആ വ്യക്തി ഇരിക്കുന്നത്. അത് മാത്രം അവരിപ്പോൾ ഒരു പോസ് എടുത്ത് ഒരുപാട് ചിന്തിക്കുന്ന സമയമാണ് ഈ സമയം. ഒരു കണക്കിന് അത് നല്ലതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. എന്തായാലും അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം പക്ഷേ ബോട്ടത്തിൽ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൂടെ ചേർന്ന് മുമ്പോട്ട് പോകുന്നു തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് ഇനി നമുക്ക് ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ റിയൂണിയന് എന്താണ് തരുന്നതെന്ന് നോക്കാം. യെസ്, വാവ്, നിങ്ങൾക്ക് യെസ് എന്ന് പറയുന്ന ആൻസർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി വരും, നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും. ഇനി ഒരു കാർഡ് കൂടെ എടുക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ്. വാവ്, ഞാൻ എടുക്കുന്നില്ല. എന്തായാലും വലിയ ഒരു ഹാപ്പി ചേഞ്ചസ്, നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ സണ്ണും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾക്കൊരു ഹോപ്പ് വയ്ക്കാം എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.